ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സഹകരണവുമായി ബന്ധപ്പെട്ട വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ സഹകരണം എന്നത് നമ്മുടെ പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ സഹകരണവുമായി ബന്ധപ്പെട്ട പ്രധാനമായും നമുക്ക് വരാൻ വേണ്ടി സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, ആദ്യം തന്നെ സഹകരണം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഏതാണ്? ലാറ്റിൻ എന്ന് പറയുന്ന ഭാഷയിൽ നിന്നാണ് സഹകരണം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. സഹകരണം ലാറ്റിൻ പദമാണ് എന്ന് ഓർക്കുക. ഇനി ലോകത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട് ആണ്. ഏതാണ്? ഇംഗ്ലണ്ട് ആണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം. അപ്പോൾ സഹകരണം എന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പദമാണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. ഓക്കെ, ഓർത്തു വെക്കുക. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം ഇംഗ്ലണ്ട് ആണ്. ഇനി എന്താണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് ചോദിച്ചാൽ സ്വയം സഹായവും പരസ്പര സഹായവുമാണ്. സഹകരണ ബാങ്കുകളുടെ സഹകരണം തന്നെയാണ്, അതായത് എങ്ങനെയാണോ സഹകരണം എന്ന പേര് വന്നത് അത് തന്നെ സഹകരണം തന്നെയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. അതായത് സ്വയം സഹായിക്കുക അല്ലെങ്കിൽ പരസ്പരം സഹായിക്കുക, ഇതാണ്. ഇനി ആരാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. കൃത്യമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണെങ്കിൽ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. എന്നാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട AK ഗോപാലനാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാലൻ. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഫ്രെഡറിക് നിക്കോൾസൺ. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 3 തലങ്ങളിലൂടെ നമുക്കത് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. ഓക്കെ, പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് AKG അല്ലെങ്കിൽ AK ഗോപാലൻ അറിയപ്പെടുന്നത്. പാവങ്ങളുടെ പടത്തലവൻ. അതുപോലെ ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ സ്ഥാപനത്തിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് AK ഗോപാൽ. അതായത് കോഫി ഹൗസ് സ്ഥാപിതമാകാനുള്ള കാരണക്കാരനാരാണ്? AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ തന്നെയാണ്. അപ്പൊ ഇന്ത്യ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ സ്ഥാപനത്തിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന് കേരളത്തിൽ തുടക്കം കുറിച്ച സഹകാരി ആരാണെന്ന് ചോദിച്ചാലും AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് AK ഗോപാലനാണ്. എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലാണ്. 1958 തൃശ്ശൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിതമായിരിക്കുന്നത്. 1958 മാർച്ച് 3. ഇനി സഹകരണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ സംസ്ഥാന ലിസ്റ്റിലാണ് സഹകരണം ഉൾപ്പെടുന്നത്. അപ്പൊ സഹകരണം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് ചോദിച്ചാൽ സംസ്ഥാന ലിസ്റ്റിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ്. കൃത്യമായി മനസ്സിലാക്കുക. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. ഇതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19(1)(c). ആർട്ടിക്കിൾ 19(1)(c)യിലാണ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്. ഇനി ആരാണ് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി? ഇത്രയും നാളും സഹകരണ വകുപ്പ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് സഹകരണ വകുപ്പിന് ഒരു മന്ത്രി വരുന്നത്. അത് കേന്ദ്രം അങ്ങനെ ഒരു വകുപ്പ് തുടങ്ങുന്നത് അടുത്താണ്. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ് അമിത്ഷാ. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി നിലവിൽ അമിത്ഷായാണ്. ആദ്യത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ചോദിച്ചാലും ഉത്തരം അമിത്ഷാ എന്ന് തന്നെയാണ്. ഓക്കെ, 2011 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സഹകരണത്തെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. 2011 97-ാം ഭരണഘടനാ ഭേദഗതി നിയമം പ്രകാരം. ഇത് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് 62 വർഷങ്ങൾക്ക് ശേഷമാണ്. 62 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹകരണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 7ാമത്തെ ഷെഡ്യൂളിലാണ്. സഹകരണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 7ാമത്തെ ഷെഡ്യൂളിൽ. ഇനി കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് സഹകരണ വീതി. കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് സഹകരണ വീതി. മുൻപൊക്കെ ചോദിച്ച ചോദ്യമാണ്. അതുപോലെ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണമാണ് കേരള സഹകരണ ജേണൽ, കേരള കോപ്പറേറ്റീവ് ജേണൽ. ഓക്കെ, കേരള സഹകരണ ജേണലാണ് കേരള സംസ്ഥാന
സഹകരണ യൂണിയന്റെ പ്രസിദ്ധീകരണം. എന്നാൽ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം സഹകരണ വീതിയാണ് എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്നറിയോ? അതാണ് ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആദ്യം വിദ്യാഭ്യാസം സഹകരണമാണ് അദ്ദേഹത്തിന്റെ വകുപ്പായി ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയും കൂടിയാണ്. ഒന്നാം മന്ത്രിസഭയിലാണെന്ന് മനസ്സിലാക്കുക. കേരളത്തിന്റെ ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. സഹകരണം ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. രണ്ടാമത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആർ ശങ്കർ ആയിരുന്നു. രണ്ടാമത്തെ സഹകരണ വകുപ്പ് മന്ത്രി ആർ ശങ്കർ ആയിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ സഹകരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എം കമലമാണ്. എം കമലമാണ് ആദ്യത്തെ വനിതാ സഹകരണ വകുപ്പ് മന്ത്രി. ആദ്യത്തെ വനിതാ സഹകരണ വകുപ്പ് മന്ത്രി എം കമലം. നിലവിലെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ, അത് വി എൻ വാസവനാണ്. വി എൻ വാസവനാണ് എന്ന് മനസ്സിലാക്കുക. സഹകരണം, രജിസ്ട്രേഷൻ, സാംസ്കാരികം, ദേവസ്വം, ഓക്കെ, ഇത്രയും വകുപ്പുകളാണ് വി എൻ വാസവൻ നിലവിൽ കൈകാര്യം ചെയ്തു പോരുന്നത്. കേരളത്തിലെ നിലവിലെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ദേവസ്വം വകുപ്പ് കൂടി വി എൻ വാസവന്റെ കയ്യിലാണ്. സഹകരണ വകുപ്പ് മന്ത്രിയാണ്, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, പിന്നെ ഇപ്പോ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയാണ്. ഓക്കെ, ആരാണ്? വി എൻ വാസവൻ. ഇനി സംസ്ഥാന കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. സംസ്ഥാന കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആരാണ്? സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ്. സഹകരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി നിലവിൽ ഡോക്ടർ വീണ എൻ മാധവൻ IAS ആണ്. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ IAS-ഉം. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ചോദിച്ചാൽ നിലവിൽ ഡി സജിത് ബാബു IAS ആണ്. ഡി സജിത് ബാബു IAS ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ രജിസ്ട്രാർ. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഡി സജിത് ബാബു IAS. ഇനി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിൽ കോ ഓപ്പറേ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ സഹകരണം എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന കോ ഓപ്പറേ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ സഹകരണം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് മനസ്സിലാക്കുക. കോ ഓപ്പറേ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഒരുമിച്ച് പ്രവർത്തിക്കുക, അതാണ് കോ ഓപ്പറേ അല്ലെങ്കിൽ സഹകരണം എന്നതിന്റെ അർത്ഥം. സഹകരണ വകുപ്പിന്റെ പ്രസിദ്ധീകരണം നമ്മൾ പറഞ്ഞു, ഏതാണ്? സഹകരണ വീതിയാണ്. സഹകരണ വീതിയാണ് സഹകരണ വകുപ്പിന്റെ പ്രസിദ്ധീകരണം. സഹകരണ വീതി ആരംഭിച്ചത് 1978-ലാണ്. സഹകരണ വീതി ആരംഭിച്ചത് 1978 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 വന്നത്. 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 1952 സെപ്റ്റംബർ 1 1952 സെപ്റ്റംബർ 1. ഇപ്പോ അന്ന് മുതലേ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 വന്നു. എന്നാൽ അത് 1952 സെപ്റ്റംബർ 11 പ്രാബല്യത്തിൽ വന്നു. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1969 എന്നാൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് 1969 നിലവിൽ വന്നത് 69 മെയ് 15 ഓക്കെ, 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ കേരള കോഓപ്പറേറ്റീവ് ഭേദഗതി ആക്ട് വന്നത് 1999 1999 ഒരു ഭേദഗതി ആക്ട്, കേരള കോഓപ്പറേറ്റീവ് ഭേദഗതി ആക്ട് വന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2000 ജനുവരി 1 2000 ജനുവരി 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി കുറച്ച് പദ്ധതികൾ നോക്കിയാൽ, പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സഹകരണ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് കെയർ ഹോം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സഹകരണ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി കെയർ ഹോം എന്നാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കായി സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയാണ് സ്നേഹതീരം. മത്സ്യത്തൊഴിലാളികൾക്കായി സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതി സ്നേഹതീരമാണ്. അതുപോലെ പഠനത്തിനായി ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾക്കായി സഹകരണ വകുപ്പ് ഒരുക്കുന്ന പലിശരഹിത വായ്പാ പദ്ധതിയാണ് വിദ്യാ തരംഗിണി. എന്താണ്? വിദ്യാ തരംഗിണി. മനസ്സിലാക്കുക, പഠനത്തിനായി ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾക്കായി സഹകരണ വകുപ്പ് ഒരുക്കുന്ന പലിശരഹിത വായ്പാ പദ്ധതി വിദ്യാ തരംഗിണിയാണ്. ഇനി സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണെന്നറിയോ? അത് പരിയാരം മെഡിക്കൽ കോളേജ് ആണ്. സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആണ് പരിയാരം മെഡിക്കൽ കോളേജ്. നിലവിലിത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് എന്ന് മനസ്സിലാക്കുക. നിലവിലിത് ഗവൺമെന്റ് ഏറ്റെടുത്തു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് എന്നാൽ സഹകരണ മേഖലയിൽ നിലവിലുന്ന ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് എന്നുകൂടെ മനസ്സിലാക്കുക. മറ്റൊന്ന്, അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICA എന്ന് പറയും. ICA ഇത് 2019 സ്ഥിര അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘം ഏതാണ്? അതായത് അന്തർദേശീയ സഹകരണ സംഘത്തിൽ
2019 സ്ഥിര അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘം എന്ന് പറയുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് എന്ന് മനസ്സിലാക്കുക. അന്തർദേശീയ സഹകരണ സംഘത്തിലാണ് 2019 മുതൽ. ഓക്കെ, ഇനി അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയോ? അത് വാഗ്ഭടാനന്ദനാണ്. ആരാണ്? വാഗ്ഭടാനന്ദനാണ് എന്ന് മനസ്സിലാക്കുക. 1925 ഫെബ്രുവരി 13 ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത്. 1925 ഫെബ്രുവരി 13 ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത് എന്നുകൂടെ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് മനസ്സിലാക്കുക. ആരാണ്? വാഗ്ഭടാനന്ദനാണ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇനി ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വികസിപ്പിച്ച ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വികസിപ്പിച്ച ആദ്യത്തെ IT പാർക്ക് ചോദിച്ചാൽ അത് UL സൈബർ പാർക്കാണ്. കോഴിക്കോടുള്ള UL സൈബർ പാർക്കാണ് എന്ന് മനസ്സിലാക്കുക. UL സൈബർ പാർക്ക് കോഴിക്കോട്. ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വികസിപ്പിച്ചത്. മറ്റൊന്ന്, ഇരിങ്ങൽ വടകര കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന് വേണ്ടി ULCC ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതി ഏതാണ്? അതായത് ഇരിങ്ങൽ വടകര എന്താണ്, നമുക്ക് ഇത് ഇവിടെ അല്ല വരേണ്ടത്, താഴെയാണ്, ഞാൻ പറഞ്ഞുതരാം. കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന് വേണ്ടി ULCS ഏറ്റെടുത്ത് നടത്തുന്ന, അതായത് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതി ഏതാണ്? അതായത് അത് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ആണ്. അതാണ് ഇരിങ്ങൽ വടകര. വടകരയിലെ ഇരിങ്ങലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഇരിങ്ങൽ വടകരയാണ്. 2011 ആരംഭിച്ചത്. ഓക്കെ, ഇനി മറ്റൊന്ന്, 1969 കോഓപ്പറേറ്റീവ് സഹകരണ നിയമം പാസ്സായത്. നമ്മൾ പറഞ്ഞു സഹകരണ നിയമം പാസ്സായത് 1969. ആരാണ് പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ രണ്ടാം EMS മന്ത്രിസഭയുടെ കാലത്താണ്. രണ്ടാമത്തെ EMS മന്ത്രിസഭയുടെ കാലത്ത് 1969 മെയ് 15 സഹകരണ നിയമം പാസ്സാകുന്നത്. ഓക്കെ, രണ്ടാമത്തെ EMS മന്ത്രിസഭയുടെ കാലത്ത്. തിരുക്കൊച്ചി പ്രദേശത്ത് 1952 10ാം നമ്പർ ആക്ടും മലബാർ പ്രദേശത്ത് 1932 മദ്രാസ് സഹകരണ സംഘം നിയമവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തിരുക്കൊച്ചി പ്രദേശത്ത് ഉണ്ടായിരുന്നത് 1952 10ാം നമ്പർ ആക്ടും മലബാർ പ്രദേശത്ത് 1932 മദ്രാസ് സഹകരണ സംഘ നിയമവുമായിരുന്നു. എന്നാൽ ഇത് ഏകീകരിച്ചുകൊണ്ടാണ് 1969 മെയ് 15 സഹകരണ നിയമം വരുന്ന പുതിയ നിയമം വരുന്നത്. അതായത് തിരുക്കൊച്ചി പ്രദേശത്തെ 1952 10ാം നമ്പർ ആക്ടും മലബാർ പ്രദേശത്തെ 1932 മദ്രാസ് സഹകരണ സംഘ നിയമവും ഏകീകരിച്ചുകൊണ്ട് 1969 മെയ് 15 പുതിയ നിയമം വന്നു. ഇനി കേരളത്തിന് പൊതുവെ ബാധകമായ സഹകരണ നിയമം ചോദിച്ചാൽ 1969 21ാമത്തെ ആക്ടായ കേരള സഹകരണ നിയമമാണ്. കേരളത്തിന് പൊതുവെ ബാധകമായ സഹകരണ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ 1969 21ാമത്തെ ആക്ടായ കേരള സഹകരണ നിയമമാണ് എന്ന് മനസ്സിലാക്കുക. കേരള സഹകരണ നിയമമാണ്. ഇനി ആദ്യമായി സഹകരണ പ്രസ്ഥാനത്തിനായി നിർമ്മിച്ച നിയമം ഏതാണ്? ഏറ്റവും ആദ്യമായി സഹകരണ പ്രസ്ഥാനത്തിനായി നിർമ്മിച്ച നിയമം എന്ന് പറയുന്നത് 1852 ബ്രിട്ടീഷുകാർ നിയമിച്ച വ്യവസായ പ്രൊവിഡന്റ് ഫണ്ട് നിയമമാണ്. വ്യവസായ പ്രൊവിഡന്റ് ഫണ്ട് നിയമമാണ് എന്ന് മനസ്സിലാക്കുക. വ്യവസായ പ്രൊവിഡന്റ് ഫണ്ട് നിയമം. ഇനി സാധാരണക്കാരായ ഗ്രാമീണരെ ബ്ലേഡ് മാഫിയകളുടെയും സ്വകാര്യ ധനസ്ഥാപനങ്ങളുടെയും മൈക്രോ ഫിനാൻസ്, അതായത് സാധാരണക്കാരായ ഗ്രാമീണരെ ബ്ലേഡ് മാഫിയകളുടെയും സ്വകാര്യ ധനസ്ഥാപനങ്ങളുടെയും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും ചൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ വകുപ്പും കുടുംബശ്രീയും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. ഇത് ഒരുമിച്ചാണ്. അതായത് സാധാരണക്കാരായ ഗ്രാമീണരെ ബ്ലേഡ് മാഫിയകളുടെയും സ്വകാര്യ ധനസ്ഥാപനങ്ങളുടെയും അതുപോലെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും ചൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. കേരള സഹകരണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചാൽ 21 തവണ. കേരള സഹകരണ നിയമം ഇതുവരെ 21 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി കേരള ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? PS രാജനാണ്. കേരള ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാനാണ് PS രാജൻ. ഇനി സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിന്റെ പ്രതിഫലനമായിട്ടാണ് എന്ന് ചോദിച്ചാൽ വ്യവസായ വിപ്ലവത്തിന്റെ പ്രതിഫലനമായിട്ടാണ് സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന്റെ പ്രതിഫലനമായിട്ടാണ് സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇനി സഹകരണ ബാങ്കിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന് പരിധിയില്ല എന്ന് മനസ്സിലാക്കുക. സഹകരണ ബാങ്കിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണത്തിന് പരിധി ഇതുവരെ വെച്ചിട്ടില്ല, അതിന് പരിധിയില്ല. ഇനി ഈ രജിസ്ട്രാർക്ക് കമ്മിറ്റിയെ പിരിച്ചുവിടാൻ അധികാരം നൽകുന്ന വകുപ്പ് ചോദിച്ചാൽ സെക്ഷൻ 32 ആണ്. രജിസ്ട്രാർക്ക് കമ്മിറ്റിയെ പിരിച്ചുവിടാൻ അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 32.
ആരാണ് സഹകരണ വിദ്യാഭ്യാസത്തിന്റെ പിതാവ്? ഡോക്ടർ വില്യം കിങ്. സഹകരണ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വില്യം കിങ് ആണ്. വില്യം കിങ്. സഹകരണ സ്ഥാപനങ്ങളിലെ പലിശ നിശ്ചയിക്കുന്ന ആരാണ് സഹകരണ സ്ഥാപനങ്ങളിലെ പലിശ നിശ്ചയിക്കുന്നത്? രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് സഹകരണ സ്ഥാപനങ്ങളിലെ പലിശ നിശ്ചയിക്കുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് ദ എക്കണോമിസ്റ്റ് എന്ന മാസികയിൽ ആദ്യം ഉപയോഗിച്ചത് റോബർട്ട് ഓവൻ ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന വാക്ക് ദ എക്കണോമിസ്റ്റ് എന്ന മാസികയിൽ ആദ്യം ഉപയോഗിച്ചത് റോബർട്ട് ഓവൻ. ഇനി സെക്ഷൻ 94 KCS ആക്ട് പ്രതിപാദിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ഒഫൻസിനെ കുറിച്ചാണ്. സെക്ഷൻ 94 KCS കേരള കോഓപ്പറേറ്റീവ് സർവീസിന്റെ ആക്ട് പ്രതിപാദിക്കുന്ന ഒഫൻസിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 57B. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രതിപാദിക്കുന്ന സെക്ഷൻ 57B ആണ്. സെക്ഷൻ 57B. മറ്റൊന്ന്, ഫുഡ് ഫെയേഴ്സ് ഏത് രാജ്യത്തെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കയാണ്. ഫുഡ് ഫെയേഴ്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വിത്തൗട്ട് ബുണ്ടീസ് ഫണ്ട് ആരംഭിച്ചത് സ്വീഡനിലാണ്. വിത്തൗട്ട് ബുണ്ടീസ് ഫണ്ട് ആരംഭിച്ചത് സ്വീഡനിൽ ആണ് എന്ന് മനസ്സിലാക്കുക. വിത്തൗട്ട് ബുണ്ടീസ് ഫണ്ട് സ്വീഡൻ. ATM സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ സഹകരണ ബാങ്ക് എറണാകുളമാണ്. ATM സൗകര്യം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലാ സഹകരണ ബാങ്കാണ് എറണാകുളം എന്ന് പറയുന്നത്. എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘമാണ് ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം ചോദിച്ചാൽ ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ്. ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ആണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം. സഹകരണ രംഗത്തെ ആദ്യത്തെ ജേണലാണ് ദ കോഓപ്പറേറ്റർ. സഹകരണ രംഗത്തെ ആദ്യത്തെ ജേണൽ ചോദിച്ചാൽ ദ കോഓപ്പറേറ്റർ ആണ്. ദ കോഓപ്പറേറ്റർ. മറ്റൊന്ന്, കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്കാണ് കൊടുവായൂർ അർബൻ ബാങ്ക്. ഐക്യ നാണയ സഹകരണ സംഘം. പാലക്കാടുള്ള കൊടുവായൂർ അർബൻ ബാങ്ക് ഐക്യ നാണയ സംഘമാണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക് കൊടുവായൂർ അർബൻ ബാങ്ക് ഐക്യ നാണയ സഹകരണ സംഘം, പാലക്കാട്. അടുത്തത്, സംസ്ഥാന സഹകരണ ടൂറിസം ഫെഡറേഷൻ നിലവിൽ വന്നത് 2014 തിരുവനന്തപുരത്താണ്. സംസ്ഥാന സഹകരണ ടൂറിസം ഫെഡറേഷൻ നിലവിൽ വന്നത് 2014 തിരുവനന്തപുരം. കേരള ബാങ്ക് നിലവിൽ വന്നത് ചോദിച്ചാൽ 2019. കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 കേരള സഹകരണ സംഘം നിയമം നിലവിൽ വന്നത് 1969 മെയ് 15. 1969 മെയ് 15. അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് 2012 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് 2012. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്നത് 1904 ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വരുന്നത് 1904. അതുപോലെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ആരാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ എന്ന് ചോദിച്ചാൽ സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവനാണ് സഹകരണ സംഘം രജിസ്ട്രാർ. ഓക്കെ, അതായത് D സജിത് ബാബു IAS ആണ് നിലവിൽ. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ബാങ്കുകളാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ എല്ലാം കേരള ബാങ്കുകളായിട്ട് മാറിയിട്ടുണ്ട്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് സപ്ത, സുൽത്താൻ ബത്തേരിയിലെ സപ്ത. സഹകരണ മേഖലയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സപ്ത, സുൽത്താൻ ബത്തേരി. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കാർഷിക കടം മേഖലയിലാണ് എന്ന് മനസ്സിലാക്കുക. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കാരൂർ നീലകണ്ഠപിള്ളയാണ്. കാരൂർ നീലകണ്ഠപിള്ള. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറുകൾക്ക് സഹകരണ സംഘം രൂപീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡറുകൾക്ക് സഹകരണ സംഘം രൂപീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അന്താരാഷ്ട്ര സഹകരണ സംഘത്തിൽ സ്ഥിര അംഗത്വമുള്ള ഇന്ത്യയിലെ ഏക സഹകരണ സംഘം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ്. അതായത് അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിൽ സ്ഥിര അംഗത്വമുള്ള ഇന്ത്യയിലെ ഏക സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനമായും നമ്മുടെ സഹകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. ഇതിന്റെ PDF നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും ഇതിൽ നമ്മൾ നൽകാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.